നമസ്കാരം, ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം മനസ്സിലാക്കുന്നത് ലളിതമായ ഒരു പ്രഭാത മന്ത്രമാണ്. രാവിലെ എഴുന്നേറ്റ ഉടൻ മന്ത്രം ജപിക്കുക. ആ ദിവസം ഉണർവും സമാധാനവും ഉണ്ടാകുമെന്നാണ് മന്ത്രവിധി. ഈ മന്ത്രം പ്രശസ്തമായതും ധാരാളം പേർ മന്ത്രം ചൊല്ലുകയും അനുഭവം ഉണ്ടാവുകയും ചെയ്ത ഒരു മന്ത്രമാണ് ഇത്. സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും ജപിക്കാവുന്നതും നിത്യവും ജപിച്ച് അനുഗ്രഹ ഫലങ്ങൾ അനുഭവിക്കുന്നതുമായ ഒരു മന്ത്രമാണ് ഇത്. സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ദിവസം ഉണ്ടാകുവാൻ ഈ മന്ത്രം കൊണ്ട് കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും ഹൈപ്പ് എന്ന ബട്ടൺ അമർത്തുകയും കമൻറ്റുകൾ രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ ഒരു പ്രത്യേക ഊർജം ഉണ്ടാകുവാനും ആ ദിവസം ആശ്വാസകരമാകുവാനും പണ്ട് മുതലേ വിശ്വാസികൾ ജപിച്ചു വരുന്ന മന്ത്രമാണ് ഇത്. ആദ്യം തന്നെ ഓം ഘം ഗണപതയെ എന്ന് ജപിച്ച ശേഷം അല്പം ധ്യാനം ചെയ്യുക. അതിനുശേഷം ജപിക്കേണ്ട വളരെ ലളിതമായ മന്ത്രം ഇതാണ്: കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലസ്ഥിതേ ഗൗരി, പ്രഭാതേ കരദർശനം. ഇങ്ങനെയാണ് മന്ത്രം ഉരുവിടേണ്ടത്. ഈ മന്ത്രം ഉണർന്ന ഉടനെ 2 കൈകളും വിടർത്തിപ്പിടിച്ച് ഉള്ളം കൈയിൽ നോക്കി 3 തവണ ചൊല്ലിയാൽ മന്ത്രജപം പൂർത്തിയായി. കിഴക്ക് അഭിമുഖമായി ഇരിക്കുകയും ശാന്തമായി ജപിക്കുകയും ചെയ്യുക. ഓരോ ദിവസവും ചെയ്യുന്ന കർമ്മങ്ങളുടെ പൂർത്തീകരണത്തിന് ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. ഇങ്ങനെ ധ്യാനിക്കുന്നതിലൂടെ ആ ദിനങ്ങൾ എല്ലാവിധ ഈശ്വര അനുഗ്രഹത്താലും അനുകൂലമായി തീരുന്നതാണ്. മന്ത്രം ജപിച്ചു കഴിഞ്ഞ് ഇനി 2ാമത്തെ മന്ത്രം ജപിക്കണം. സമുദ്രവസനേ ദേവി, പർവതസ്തനമണ്ഡലേ, വിഷ്ണുപത്നി നമസ്തുഭ്യാം, പാദസ്പർശം ശമസ്യമേ. ഇതിൻ്റെ അർത്ഥം, സമുദ്രം വസ്ത്രമായും പർവ്വതങ്ങളെല്ലാം സ്തനങ്ങളായും ധരിച്ചിരിക്കുന്നവളും മഹാവിഷ്ണുവിൻ്റെ ഭാര്യയുമായ ദേവി, എൻ്റെ പാദസ്പർശം ശമിക്കുക. മന്ത്രം ഒരു വട്ടം ചൊല്ലിക്കഴിഞ്ഞ് പാദം തറയിൽ ചവിട്ടിയ ശേഷം ആ ദിവസം ആരംഭിക്കാവുന്നതാണ്. ജീവിത വിജയങ്ങൾക്കും എല്ലാവിധ ഈശ്വര കടാക്ഷങ്ങൾക്കും ഈ മന്ത്രം ജപിക്കുന്നത് ഉചിതമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.